ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ പറ്റി സംസാരിക്കുകയാണ് അനീഷ്, ഒനിൽ, നമ്മുടെ അഭിലാഷ്. അഭിലാഷ് ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് എല്ലാം രാത്രിയിലായിരുന്നല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടഫായിരുന്നു അല്ലേ? അപ്പോൾ അനീഷ് പറയും, ഒന്നും പറയണ്ട, അതേ എല്ലാം തുടങ്ങുന്നത് രാത്രിയിലാണ്. പിന്നെ രാത്രി തുടങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത്. പകൽ അന്നേരം ഉറങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പകൽ ഉറങ്ങാൻ പറ്റില്ല, പകൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടി ഉരയ്ക്കും. ഒന്നിൽ പറയുന്നുണ്ട്, അത് നമുക്ക് അന്ന് ആ സ്വേച്ഛാധിപതിയുടെ ടാസ്ക് തന്നത് രാത്രിയിലല്ലായിരുന്നോ, രാവിലത്തേക്ക് അത് ചെയ്തു തീർക്കണം. നമ്മൾ 3 പേരും ഉണ്ടായിരുന്നു അതിനകത്തെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ശരിയല്ലേ? അന്നേരം നമ്മൾ 3 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, ഷാനവാസും ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. സ്വേച്ഛാധിപതി അല്ലേ, അതിനകത്ത് ഞാനില്ലെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. രാത്രി മൊത്തം ഇരുന്ന് കഴിഞ്ഞിട്ട് ആ അനീഷ് അവിടെ ഒറ്റ ഇരുത്തിയിരുന്നു ആ സുപ്രഭാതം പറഞ്ഞിട്ട്. എത്ര സമയം ഇരുന്നെന്ന് അറിയാവോ? ഓരോ ടാസ്ക് നടന്ന സമയത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ് 3 പേരുടെ. 1-2 മണിക്കൂർ ഇരുന്ന് കാണുമായിരിക്കും അനീഷ്. എൻ്റെ പൊന്നോ, എന്തോരം ടാസ്ക് ആയിരുന്നു. ഭയങ്കര മെമ്മറീസാണ് എല്ലാം. ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് ബാക്കിലേക്ക് പോകുന്നതും അതിനെപ്പറ്റി ചിന്തിക്കുന്നതും എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോയിലൂടെ കാണുമ്പോഴാണ് അവർക്ക് ഒരു ഇത് വരുന്നത്, ഇതെല്ലാം ഇവിടെ സംഭവിച്ചല്ലോ എന്നുള്ളത്. കാരണം ഓരോ ക്യാമറയിലൂടെയും കാണുന്നത് പല പല ആംഗിളിൽ നിന്നുള്ളത് ബിഗ് ബോസ് ഇവരെ കാണിക്കുമ്പോൾ ഇവരിത് ഡയറക്റ്റ് കാണുന്നില്ലല്ലോ. അപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്നവർ അറിയത്തില്ല. അപ്പോൾ അത് വീഡിയോയിലൂടെ കാണുമ്പോൾ ഭയങ്കര അതിശയം പോലെന്ന് പറയുന്നുണ്ട്. അഭിലാഷ് പറയാണ്, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. അനീഷ് പറയുന്നുണ്ട്, ജീവിതകാലം മൊത്തം സൂക്ഷിക്കാനായിട്ടുള്ള ഓർമ്മകളെന്ന്. ഈ സീസൺ ഭയങ്കര സംഭവമാണ്. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഭക്ഷണവും വസ്ത്രവും ഒന്നും ഇല്ലാതെ, അതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് ഒന്നിൽ പറയുന്നുണ്ട്. എന്നെയൊക്കെ കുറച്ച് ആൾക്കാർക്ക് അറിയാം, ഷാനവാസൊക്കെ സീരിയലിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷേ എന്നാലും ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വന്ന് ഈ വീട്ടിൽ കയറിയ ഒരാളാണ് രേണുസുതി. ആ രേണുസുതിക്ക് കിട്ടിയ സ്വീകാര്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്വീകാര്യതയാണ്. നെഗറ്റീവ് ഉണ്ട്, അതിലുപരി ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് രേണുസുതി എന്ന് പറയുന്നുണ്ട് അഭിലാഷ്. അതൊരു കാര്യം കറക്റ്റാണ്. രേണുസുതി ഇവിടെ നിൽക്കുന്നവരിൽ നിന്ന് ഒരുപാട് ബെറ്റർ ആണെന്നാണ് ഇപ്പോൾ കമൻറ്റുകളിൽ കാണുന്നത്.